സാന്ദ്രയുടെ പ്രയാണത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗൈസ്. നമ്മൾ ഇന്ന് സാന്ദ്രയെ വീണ്ടും നമ്മൾ സ്കൂളിലേക്ക് കൊണ്ടുപോവുകയാണ് ഗൈസ്. സാന്ദ്ര ഇവിടെ സ്കിൻ കണ്ടോ? സാന്ദ്ര പറഞ്ഞതിനോട് സ്കിൻ ഭയങ്കര ഗ്ലോ ആയിട്ടുണ്ടെന്നാണ്. ബിക്കോസ് സാന്ദ്ര ഇന്നലെ അവക്കാഡോ ജ്യൂസോ എന്തൊക്കെ അടിച്ചിട്ടുണ്ട്. സാന്ദ്രയുടെ ഫ്രണ്ട് മഞ്ജുവാണിത് സജസ്റ്റ് ചെയ്തത്. മഞ്ജുവിൻ്റെ ഫ്രണ്ടായ ബിനി മിസ്സും സജസ്റ്റ് ചെയ്തു. ബിനി മിസ്സിന് സജസ്റ്റ് ചെയ്തത് ആശാ മിസ്സാണ്. ബട്ട് നമുക്ക് സജസ്റ്റ് ചെയ്യാൻ ആരുമില്ല ഗൈസ്. എടുക്കുന്നതാണ്. നമ്മുടെ നാട്ടിൽ തെങ്ങിൻ്റെ മുകളിൽ കള്ളെടുക്കുന്നില്ലേ, അതേപോലെ തന്നെ നമ്മുടെ ഈ അയലിൽ ഇവർ കള്ള് എന്നല്ല, കള്ളം പോലെയുള്ളൊരു സാധനമുണ്ട്. എന്നാണ് പറയുക. ഏകദേശം നമുക്കൊരു മധുരക്കള്ളില്ലേ, അതേ നമ്മൾ വേറെ ഈ സാധനങ്ങളൊന്നും ആഡ് ചെയ്യില്ല. പ്യുവറായിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള സാധനമുണ്ട്. ഏകദേശം എനിക്ക് തോന്നുന്നൊരു 350 ml 25 റുഫിയാന്ന് തോന്നുന്നു. ഇവിടെ ഉള്ളത് റുഫിയാണ്, MVR ആണ്, മാൽദീവിയൻ റുഫിയാണ്. ഒരു റുഫിയ എന്ന് പറഞ്ഞാൽ 5.41 സംതിങ് ആണുള്ളത്. അങ്ങനെ നല്ല ടേസ്റ്റാണ് സാധാരണ ഡ്രിങ്ക്, എനർജി ഡ്രിങ്കാണ്, ഹെൽത്തിയാണ്. അങ്ങനത്തെ കുഴപ്പമൊന്നുമില്ല. ഒരു സാധനങ്ങളൊന്നും അതിൽ ആഡ് ചെയ്യുന്നില്ല. നമ്മുടെ നാട്ടിലേക്ക് ആകുമ്പോൾ കള്ള് ഷാപ്പിലൊക്കെ പോകുമ്പോൾ ഒരു സാധനം നമുക്ക് ആഡ് ചെയ്യില്ല, കുറച്ച് വീര്യം കിട്ടാൻ വേണ്ടി. ഇതത് അങ്ങനത്തെ സാധനങ്ങളൊന്നും ആഡ് ചെയ്യുന്നില്ല. നമ്മൾ വീണ്ടും ബീച്ച് സൈഡെത്തിക്കുക. നല്ല രസമാണ് രാവിലെ തന്നെ വാക്കിങ്ങിന് വരികയെന്ന് പറഞ്ഞത്. സമയം പോകുന്ന അറിയില്ല. ഇപ്പോൾ ടൈം ഏകദേശം ഒരു ഇന്ത്യൻ ടൈമാണ് 7:20. ഇവിടെ ഏകദേശം ഒരു 6:45 50 ആയിട്ടുണ്ട്. ഒരു 8 മണി 8:30 ആകുമ്പോഴേക്ക് വെയിലങ്ങ് കനക്കും. പിന്നെ നമുക്ക് ഒരു 8 to ഒരു 12 മണി വരെ നമുക്ക്, അല്ലെങ്കിൽ ഒരു 3-4 മണി വരെ നമുക്കിനി പുറത്തിറങ്ങാൻ പറ്റില്ല. പിന്നെ ഭയങ്കര വെയിലായിരിക്കും, ചൂടായിരിക്കും, ടാൻ അടിച്ചു പോകും. അഥവാ ഈ സൺസ്ക്രീൻ അങ്ങനത്തെ സാധനങ്ങളൊന്നും ഇല്ലാണ്ട് പോകുമ്പോൾ പ്രശ്നമാണ്. ടൈപ്പ് ശംഖാണ്, നല്ല സ്പീഡ് പോകുന്നുണ്ടത്. ഇതാണ് ആ സാധനം. ശംഖിൻ്റെ ഉള്ളിലുള്ള ജീവിയാണ് ഗൈസ്. ഇത് പുറത്ത് പോകുമ്പോഴാണ് നമുക്ക് ശംഖായിട്ട് കിട്ടുന്നത്. ചാവുമ്പോഴെല്ലാം തോന്നും. ഉണ്ടോ? ഇതാണ് കുട്ടപ്പൻ. ഓടിവാ കണ്ണ, ചാടിവാ മൊണ്ണേ. ഇതാണ് ഇവിടുത്തെ ടവർ. നമുക്ക് ഒരു ഐലൻഡിൽ ഒരൊറ്റ ടവറേ ഉണ്ടാവും. ഒന്നില്ലെങ്കിൽ ഒറീഡോ അല്ലെങ്കിൽ ദിറാഖു, ഏതെങ്കിലും കമ്പനിയുടെ ടവർ ആയിരിക്കും. ഇതാണ് നമ്മുടെ ടർഫ്. ഫുട്ബോളും ക്രിക്കറ്റൊക്കെ നമ്മൾ ഇവിടെ നിന്നാണ് കളിക്കാറുള്ളത്. ഇപ്പം എന്താ വെച്ചാൽ മോർണിംഗ് ഇവിടെ ആരും ഉണ്ടാവില്ല. ഞാൻ പറഞ്ഞില്ലേ, ഒരു 6 മണി 6:30 ആകുമ്പോൾ ഇവിടെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ മക്കളെല്ലാവരും സ്കൂളിലായിട്ടുണ്ടാവുക. പിന്നെ ഒരു നാട്ടിലല്ല, ഇവിടുത്തെ ഒരു 1 മണിയൊക്കെ ആകുമ്പോഴേക്ക് അവർ ഫ്രീ ആവും. പിന്നെ വൈകുന്നേരം ഒരു 4 മണി to ഒരു 5:45 6:30 വരെയൊക്കെ അവർ എന്താക്കി ഇവിടെ ഫുൾ കുട്ടികളും കളികളൊക്കെ ആയിരിക്കും. ശരിക്കുന്നില്ല, നമ്മൾ ഈ നാട്ടിൽ നിന്നൊക്കെ ഇവിടെ വന്ന് നിൽക്കുകയാണെങ്കിൽ ആദ്യത്തെ ഒരു മാസമൊക്കെ നമുക്ക് കുറച്ചൊരു ബുദ്ധിമുട്ടുണ്ടാവും. പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിൽ നിന്ന് അടിച്ച് പൊളിച്ച് ജീവിക്കുന്നവരായിരിക്കും. ഇവിടെ എത്തുമ്പോൾ ആ ട്രെൻഡൊക്കെ പോകും. ഇവിടെ ഒരു അടിച്ചുപൊളി സാധനങ്ങളല്ല, ഫുൾ നാച്ചുറൽ ആയിട്ടുള്ള സാധനങ്ങൾ മാത്രമേ ഉള്ളൂ. പീസ് എന്ന് പറഞ്ഞാൽ അതാണ് നമുക്ക് ഇഷ്ടപ്പെട്ടു. ഈ വർക്ക് ഫ്രം ഹോം ഒക്കെ ഉള്ള ആൾക്കാർക്ക് ഇവിടെ വന്നാൽ സുഖമാണ്. അത്രയ്ക്കും സുഖം എന്ന് പറഞ്ഞാൽ അത്രയ്ക്കും സുഖം. ആൾക്കാർ കുറവാണ്, അങ്ങനെ കുഴപ്പമില്ല. ഇൻട്രോവേർട്ടിനാണെങ്കിലും പറയേ വേണ്ട, സ്വർഗം മാമാ സ്വർഗം. അങ്ങനെയുള്ള സ്ഥലമാണ് ഈ മാൽഡീവ്സിലുള്ള എല്ലാ ഐലൻഡും. എനിക്കൊന്നും അങ്ങനെ ആദ്യം അത്ര പറ്റിയിട്ടില്ലായിരുന്നു. ഞാൻ എന്ന് പറഞ്ഞാൽ നാട്ടിൽ നിന്നൊക്കെ ഇതിൽ ആക്റ്റീവോ അല്ലെങ്കിൽ കാർ എന്തെങ്കിലുമൊക്കെ ഇട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വെറുതെ വെറുക്കി നടക്കുന്നതാണ്. എന്നാലും വീട്ടിലങ്ങനെ നിൽക്കാറില്ല. എന്തായാലും ഒന്ന് വണ്ടി എടുത്ത് റൗണ്ട് ഇടും. ഒന്നില്ലേ കോഴിക്കോടേക്ക് പോവും, അല്ലെങ്കിൽ ബീച്ചിലേക്ക് പോവും, എങ്ങോട്ടെങ്കിലൊക്കെ ഞാൻ പോകും. പുറത്ത് നടക്കുന്നതിൽ ഞാൻ ഉഷാറാണ്. പക്ഷെ ഇവിടെ വന്നേരം എനിക്ക് വല്ലാത്ത എല്ലാവരും എന്താ പറയാ, നമ്മുടെ വീട്ടിലൊക്കെ
പെറ്റ്സ് ഉണ്ടാവില്ലേ, അവരെ നമ്മൾ ചിലപ്പോൾ നമ്മളെന്താക്കും കൂട്ടിലിട്ടൊക്കെയായിരിക്കും വളർത്തുക. അതേ ഫീലിംഗ് ആയിരുന്നു നമുക്ക്. ഒരു ഫുൾ റെസ്ട്രിക്ഷൻ മോഡലായിരുന്നു. ഒരു എന്റർടൈൻമെന്റ് ഇല്ല, വീട് ഇത് മാത്രമായിരുന്നു. പക്ഷെ പിന്നെ വൈകുന്നേരങ്ങൾ എന്തായിരിക്കും ഫിഷിങ്ങിനൊക്കെ പോയാൽ പിന്നെ ഒരു വൈബായി. ഇപ്പം പിന്നെ ആ പ്രശ്നമില്ല, ഇപ്പം സെറ്റാണ്. ഇപ്പൊ ഒരുപാട് പണിയൊക്കെ ആയിട്ട് ഇങ്ങനെ നടക്കുന്നതുകൊണ്ട് ഇപ്പൊ അത്ര വലിയ കുഴപ്പങ്ങളൊന്നുമില്ല. ഫസ്റ്റ് വരുന്നോട് കാണുന്ന പ്രശ്നം കേട്ടോ. പിന്നെ സെക്കൻഡ് ടൈം ഒക്കെ ആകുമ്പോഴേക്കും നമുക്ക് എന്താവും, ഇത് നമ്മളങ്ങ് സെറ്റ് ആവും. അങ്ങനെ ഇനി ഇവിടെ സ്ഥിരമായി പോവൂ ഗൈസ്. ചിലപ്പോഴൊക്കെ രാവണ, എനിക്ക് ഈ മാലദ്വീപും ഈ സ്ഥലങ്ങളൊക്കെ എനിക്ക് വല്ലാതെ ഇഷ്ടപ്പെടുന്നുണ്ട്.